മക്കളെ, ഇതാണ് എൻ്റെ ഡിങ്കി. സോ സുഹൃത്തുക്കളെ, അപ്പോൾ മമ്മിക്ക് എങ്ങനെയൊക്കെ സർപ്രൈസ് കൊടുക്കാനാണ് നിൻ്റെ പ്ലാൻ? എങ്ങനെ സർപ്രൈസ് കൊടുക്കണമെന്നാണ് നിൻ്റെ ഒരു എങ്ങനെ വിളിച്ചാലും ഇഷ്ടപ്പെടുവായിരിക്കുമല്ലേ? ഇഷ്ടപ്പെട്ടാൽ മതി ഇല്ലേ? പക്ഷേ കേക്കൊക്കെ ഉണ്ടോ? കേക്ക് മറിക്കണ്ടേന്ന് വാങ്ങിക്കാലോ. പറഞ്ഞോ കേക്ക് അതൊക്കെ നമ്മൾ ഫുള്ള് സെറ്റാ. അപ്പൊ കേക്ക് കൊടുത്ത് കേക്ക് മുറിക്കാൻ നേരത്താണ് ആ സാധനം പൊട്ടിക്കണ്ടേ കേട്ടോ. ആ സാധനം പൊട്ടിയില്ലെങ്കിലോ? പൊട്ടിക്കും. ആ സാധനത്തിൽ എനിക്ക് വിശ്വാസമില്ല. പൊട്ടിക്കില്ലേ? പലർക്കും അത് പൊട്ടിയിട്ടില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഭയങ്കര ശക്തമായിട്ട് നിൽക്കാൻ മതിയായിരിക്കും. ഫാൻ അടിക്കുന്നത്. ഞാൻ സൺസ്ക്രീൻ പോലും ഇട്ടിട്ടില്ല. അങ്ങനെ ഒരു അങ്ങനല്ലേ? പിന്നെ ഫെയർവെല്ലിനെ പറ്റി എന്താ പറയാനുള്ളത്? ഞാൻ ഒരു പ്ലാനൊന്നും ചെയ്തില്ല. എനിക്ക് ഡ്രസ്സില്ല. ഡ്രസ്സില്ലേ? ഞാൻ എന്തോ ഇട്ടോണ്ട് വരുമോ എനിക്കൊരു നിശ്ചയമില്ല. മറിയം ഡ്രസ്സൊക്കെ പോയി എടുത്ത്. പച്ച, ഡാർക്ക് പച്ച. എപ്പോഴാ ഫെയർവെല്ല്? 31 മറ്റന്നാള്. അടിപൊളി. ഞാൻ വിചാരിച്ചു ഫെബ്രുവരിയിലായിരിക്കും. 31 നാള് കഴിഞ്ഞിട്ട്. ഗൈസ്, നമ്മൾ പോപ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നീലയും വെള്ളയും ബലൂണും, പിന്നെ കുറേ അല്ല, ഒരു കേക്കും, പിന്നെ കുറച്ച് ഗിഫ്റ്റും വാങ്ങിയിട്ടുണ്ട്. ഫ്രെയിം കൊടുത്തതിന് ഇച്ചിരി കൂടെ അടിപൊളിയായിരുന്നു. സത്യോടി. പക്ഷെ എനിക്ക് അതിനുള്ള ബഡ്ജറ്റ് ഇല്ല. എല്ലാം ഞാൻ ഗിഫ്റ്റിന് തീർന്നു. നീ ഹാമ്പറിന് കൊടുത്ത ആ പൈസയ്ക്ക് ആ ഫ്രെയിമിന് കൊടുത്തെങ്കിൽ പിന്നെ ആ ഫോട്ടോ ഇങ്ങനെ എപ്പോഴും നോക്കുമ്പോൾ ഹാപ്പിനെസ്സാണ്. ഫോട്ടോ ഹറാമാണെന്ന് പറയും മമ്മി കുറച്ച് ഇസ്ലാമോഫോബിയ. എന്നാ വേണ്ട, അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ പണ്ടൊരു കല്യാണ ഫോട്ടോ കൊടുത്തായിരുന്നു ബർത്ത്ഡേക്ക്. അപ്പൊ അത് അലമാരയെ വെച്ചിട്ടുണ്ട് പൂട്ടി. അയ്യോടാ, പുറത്ത് വെക്കാനുള്ളത് പുറത്ത് വെക്കൂല. പുറത്ത് വെച്ചാല് നമ്മൾ രൂപങ്ങളല്ലേ, നമ്മൾ രൂപങ്ങൾ അങ്ങനെയൊക്കെ പറയുന്ന. അപ്പം ഞങ്ങളുടെ ലാബ് എക്സാം ആയിരുന്നു. ഞങ്ങളുടെ അല്ല, എൻ്റെ ലാബ് എക്സാം ആയിരുന്നു. കമ്പ്യൂട്ടർ സയൻസ്. ഇതെന്താ ഡിസ്പ്ലേ വരാ? ചുമന്ന വര. പക്ഷെ പച്ചവരല്ലേ എപ്പോഴും ചുമന്ന. എൻ്റെ ഫോണിനൊക്കെ വെറൈറ്റിയാണ്. ഞാനും വെറൈറ്റി, എൻ്റെ ഫോണും വെറൈറ്റി. കൊക്കടി, ഇത് തിരിക്കാൻ പറ്റില്ലേ? ഇല്ല, എൻ്റെ ഫോണും വെറൈറ്റി അല്ലേ, അതുകൊണ്ടാണ്. നോക്കൂ, ടൈം നോക്കൂ. എത്ര ടൈം? 1:20. ഞാൻ പോവാ. ഓക്കെ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് പുതിയ വീഡിയോ കാണുന്നവരെ ബൈ. ഞാൻ പ്രവീൺ പ്രവർത്തകരായ നാട്ടുകാരെ, നിങ്ങൾ ഒറ്റയിരുപ്പിൽ 25 ബലൂൺ ഊതിയിട്ടുണ്ടോ? എന്നാൽ നമുക്കിന്ന് ചാലഞ്ച് എടുക്കാം. ഊതാം. ബലൂൺ എങ്ങനെ കിട്ടുന്നതെന്നാണ്. മൈ ഗോഡ്, ഒറ്റയിരുപ്പിൽ 25 ബലൂൺ. ബുദ്ധിമുട്ടില്ല, മുന്നോട്ട് പോവാം. ഓ മൈ ഗോഡ്. സ്കൂളിൽ നിന്ന് വന്നത് പാടെ ഉറങ്ങിപ്പോയി. സോ ഡ്രസ്സൊന്നും മാറ്റാൻ പറ്റിയില്ല. ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ നമ്മുടെ സംഘജ സഹപാഠിയും സ്കൂളിലെ കുമാരിയും ആയ മറിയത്തെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് നമ്മൾ എന്താണ് ഹെവി റിസ്ക് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ബാൽക്കണിയിൽ നിൽക്കുകയാണ്. ഇരുട്ടത്ത് കുറച്ച് പേടിയൊക്കെ ആവുന്നുണ്ട്. എന്നാലും നമ്മളെ മമ്മിക്ക് വേണ്ടി
അതെല്ലാം സഹിക്കുന്നു. ഉമ്മി ഈസ് ദ ബെസ്റ്റ്. സോ കാത്തു കാത്തു വരുകയില്ലയോ വരുമോ? നീ എന്ന് വരും? എപ്പോൾ വരും? കാത്തിരുന്ന് കാണുക തിങ്കൾ മുതൽ വെള്ളി വരെ. ഇല്ല ഗൈസ്, അവളിപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. ട്രാഫിക്കിൽ പെട്ടുപോയി പാവം. സോ ഇതൊക്കെയാണ് നമ്മുടെ സറൗണ്ടിങ്സ്. പതുക്കെ പറഞ്ഞാൽ ഉമ്മ കേൾക്കില്ല. സോ ഗൈസ്, അവൾ വന്നിട്ട് കാണാം. ബൈ. പേടിപ്പിക്കാനായിട്ട് അവർ വന്നിട്ടില്ല. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനിയിപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഇടണം. സെറ്റാക്കാം, നോക്കാം. അയ്യോ അമ്മേ, പേടിയാവുന്നു. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ടെറസ്. അപ്പോൾ വന്നിട്ട് കാണാം. ഫൈനലി, ഓ മൈ ഗോഡ്, ഹാൻഡിൽ വിട്ട് കയറെന്ന് പറഞ്ഞത് ഇപ്പം എല്ലാം കൊണ്ടാക്കി താഴെ. number 4 സെറ്റല്ലേ മണി. ഓക്കെ, എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കിട്ടിയാൽ മതി. അയ്യോ, ബാലൻസ് 200 കൊടുത്തില്ല ഗൈസ്. അപ്പോൾ നമുക്ക് അത് പോയി കൊടുത്തിട്ട് വരാം. എൻ്റെ സാറൊക്കെ ഇതിൽ ഫുൾ സപ്പോർട്ടാണ്. ബിക്കോസ് എന്നെ ട്യൂഷൻ പഠിപ്പിക്കാൻ 2 മണിക്ക് വന്ന ആളാണ്. 7 മണി കഴിഞ്ഞാൽ ഇപ്പോഴും ചെന്നിട്ടില്ല. അതായിരിക്കുന്നു നമ്മുടെ രാജകുമാരി. ഇനി അവനെ അദ്ദേഹത്തെ പോയി വിളിക്കാം. Happy birthday to you. Happy birthday. ഹലോ, അവിടെ ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. മതി മതി മതി, വാ 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 വാ. എണീറ്റ് പോരെ, വേണമെങ്കിൽ നിൽക്കാൻ ബെഡ് എടുത്തിട്ടോ. പിന്നെ സാറിന് കൂട്ടാണ്ടിരിക്കാൻ പറ്റുമോ? സാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ലേ? 2 മണിക്ക് വന്ന ആളാ, 7 മണിയായിട്ട് ചെന്നിട്ടില്ല എന്ന് പറയുമ്പോ മോശം. എനിക്ക് വയ്യ. എന്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു മമ്മി. ഹാപ്പി ബർത്ത്ഡേ ടു യു. മേ ഗോഡ് ബ്ലെസ് മൈ ഉമ്മിച്ച ഇൻ ജന്ന. ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ വിളിക്കാം. ഇനി നമുക്ക് സാറിനെ വിളിക്കാം. My happy birthday without my ummita for the first time in these. അയ്യോ, സാറിനെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. ബിക്കോസ് സാറിൻ്റെ മുന്നിൽ പോക്കാണ്. ഒരു പരിപാടിയുണ്ട്. എന്തുവാ ഒരു പരിപാടിയുണ്ട്. എന്ത് പരിപാടി? വാ വാ. ഞാനില്ല, നീ പോടാ. വാ, ഞാനില്ല. വാ, ഒരു കാര്യം കാണിച്ചു തരാം. കാണിച്ചു തരാം. എന്ത്? ഞാൻ ഓ മൈ ഗോഡ്, കാര്യമുണ്ടോ? നീ രാത്രി കൊണ്ട് നിർമ്മിച്ചാണോ?
ഓണായി. ഞാൻ കണ്ടിട്ട് ഓണായില്ലല്ലോ. ഹൊയ് 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 ഹൊയ്. എൻ്റെ സാറ് വരുന്നുണ്ട്. 20 വയസ്സായി ഇപ്പോഴും കുട്ടിക്കളി മാറാത്ത എൻ്റെ ഇത്ത. നിങ്ങൾ കണ്ടോളി. കമോൺ. അവർ റിയാക്ഷൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു. വ്ളോഗല്ല. സോ അങ്ങോട്ട് അത് ഏത്? ഓ ഗിഫ്റ്റ്. ആ ബെസ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതെല്ലാം മാറി കുറച്ച് എനിക്ക് കൊടുക്കട്ടെ. ഇതെല്ലാം മാറി ഓ തല വീണില്ല. അയ്യോ കേക്കുണ്ടോ? കേക്ക് നീ മുറി. ഞാനോ? ഇതാരെടുത്ത് കഴിഞ്ഞ വർഷത്തെ തന്നെ വീണ്ടും വെച്ചതാ. അതെ, ഫ്രെയിം സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആരെ കൊണ്ട് മേടിപ്പിച്ച്? അതെന്റെ ഫ്രണ്ട് ചെയ്തതാ. ചെയ്തോ? ബർത്ത്ഡേ ഉമ്മച്ചി പൂജ ചെയ്ത. അല്ല 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 പിന്നെ ആരാ? കൃഷ്ണയോ? മുറി പോയി. ഇങ്ങനെ കൈ വെച്ചാൽ ബാക്കി താഴെ കൊണ്ടെടുക്കാം. നിനക്കൊക്കെ ഉണ്ടോ? നിനക്കൊക്കെ ഉണ്ടോ? നിനക്കൊക്കെ ഉണ്ടോ? അല്ലമ്മ വിളിച്ചില്ലല്ലോ. അത് മറ്റേത് മറ്റേത് ഗിഫ്റ്റ്. അതെടുക്ക്. പർദ്ദായിരിക്കും. ഓ മനസ്സിലായി. ഉമ്മയല്ലേ, അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായി. ഡ്രസ് വർക്ക് ഇത് ഞാൻ എടുത്തോളാം. ഓക്കെ. ഇങ്ങനെയൊക്കെ സർപ്രൈസ് കൊടുക്കണം. ഗോൾസ്. ChatGPT. You scold me. You beat me. You hit me. Not to thank her, but with my a love mother. that has a stern voice to protect my അത് മാറ്റി വെച്ചോ. fragile steps. ഓക്കെ കിട്ടിയോ? നെക്സ്റ്റ് അടുത്തത് അത് ഹാമ്പർ. Gift hamper. എങ്ങനെയാ തുറക്കുന്നത്? ഇങ്ങനെ തന്നെ പിടി പൊട്ടിക്കുകയാണോ കെട്ടിരിക്കുകയാണോ? വെട്ടത്ത് അവിടെ വെക്കണ്ട. ഗോളുണ്ടല്ലോ. ഇത്താവാവയ്ക്ക് ഗോളായി. എനിക്ക് എന്റെ ആങ്ങിയുണ്ട്. ഇത് ബർത്ത്ഡേ മാറിപ്പോയി തോന്നി. മാഷാഅല്ലാഹ്, ഗ്രേറ്റ്. റംലാൻ വരുവല്ലേ, എൻ്റെ കുഞ്ഞിൻ്റെ ഖുർആൻ വെച്ച് പോരാ. അടിപൊളി. എവിടെ നോക്കിച്ചടി? പഠിപ്പിൽ കാണിച്ചിരുന്നെങ്കിൽ വീഡിയോ പറയല്. ഇത് കട്ട് ചെയ്താലോ? നീ ഉണ്ടോ? തുറക്കണം. തുറക്കുന്നില്ല. ഇതെങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ. അതിനകത്തുണ്ട്, എല്ലാത്തിനകത്തും വെറൈറ്റി ഉണ്ട്. ഇടത്തില്ല കോളേജില്. ഇത് ഒന്നല്ലേ, നാളെ ഇട്ടോണ്ട് പോവാം. നന്നായിട്ടുണ്ട്. അപ്പൊ ചോദിക്കുമല്ലോ ആര് മേടിച്ചാന്ന്. കഴിഞ്ഞോ? പോവാം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ കോപ്പറേറ്റിംഗ്. പലപ്പോഴും ഇല്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ. അല്ലാ, എൻ്റെ വിചാരം സ്വർഗം കൊടുക്കണേ. ഞാൻ ഇനി എല്ലാം ഓഫ് ചെയ്തിട്ട് വരാം.
എൻ്റെ സാറാണ് ഗൈസ്, എൻ്റെ ട്യൂഷൻ സാർ. കത്തി സാർ. കേക്കിന്റെ ഫോട്ടോ എടുത്തോ. അസീസ് സാർ. ഫോട്ടോ ഇനി ഇത് രാവിലെ കല്യാണ ഫോട്ടോ ഉമ്മയുടെ. നീ ഒന്നുമില്ല കുത്തിരുന്ന് അതാ സാർ ഞാൻ പറഞ്ഞ് ലേറ്റ് ആവും. ഞാൻ പറഞ്ഞ് ലേറ്റ് ആവുമെന്ന് പറഞ്ഞില്ലേ. ഇവിടെ വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ബർത്ത്ഡേ വീഡിയോ. പീസ് ഔട്ട്. അല്ല തലയിലുണ്ടോ എന്റെ പാട്ട് പേപ്പറൊക്കെ? ഇല്ല ഇല്ലേ? ഇല്ല. അതിന്റെ അടിയിലാണ് നിന്നത്. നീ ഇത് എത്തിച്ചതാ? ഓ 20 വയസ്സായി. Rule is a prayer for my safety and strength. Your care is quite yet constant. Quite yet constant. Woven into the smallest acts. An extra glance. An unspoken concern. A love that never rests. Even when your love feels fixed, it is rooted in tenderness, shaping me gently, endlessly, into someone that you hope will stand tall long after your guiding voices fades into memory. Oh, beautiful. Happy birthday, Mom. Fell in. എനിക്കൊരു ഫോട്ടോ അയച്ചാൽ സൂപ്പർ. താങ്ക് യു. സൂപ്പർ. ഇറ്റ്സ് ക്വൈറ്റ് ടച്ചിങ്. എൻ്റെ ചാച്ചി പിറ്റി ചെയ്തു തന്നത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും എഞ്ചിനീയർ ആക്കും. പറ്റത്തില്ല, എഞ്ചിനീയർ ആയാൽ പറ്റും. തല്ലി പഠിപ്പിക്കും. തല്ലി പഠിപ്പിച്ചിട്ട് അപ്പോൾ ഓക്കെ ബൈ. ദാറ്റ് ഈസ് സ്പേസ്. അപ്പോൾ നമുക്ക് മമ്മിക്ക് ഒരു ചെറിയ, ഇതെൻ്റെ കിൻഡർ ജോയ് കളക്ഷനാണ്. മമ്മിക്കൊരു ചെറിയ സമ്മാനം കൂടി കൊടുക്കാം. ഒരു ചെറിയ ചിന്ന ക്യാഷ് പ്രൈസ് കൊടുത്തിട്ട് വരാം ഗൈസ്. കമോ ഹാപ്പി. സാറിന് കൊടുത്തു വിടാൻ കേക്ക്. ഇനി വേണോ? കുറച്ച് വേണോ? എന്നോടാണോ കേൾക്കുന്നത്? കാക്ക എങ്ങനുണ്ട്? എങ്ങനുണ്ട്? അപ്പോൾ താങ്ക് യു മറിയം കുട്ടി for this. 950 का वैरायटी भी है. Thank you Chakadu for this amazing, delicious, fantastic gift. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പറാണ്, അടിപൊളി. കണ്ടോ? പിന്നെ അബായ അവർ കസ്റ്റമൈസായിട്ട് സെറ്റ് ചെയ്ത് തരും. പൊളിച്ചു, തിമിർത്തു, തകർത്തു. പിന്നെ എനിക്കിതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം. ഇതാണ് ഇതിപ്പോൾ തന്നെ. ഓക്കെ സോ ഈ ബാക്കി ഇളകിപ്പോയി. സോറി. നല്ലതാണ്, സൂപ്പറാണ്. പിന്നെ ഗൈസ് അവർ സെറ്റ് ചെയ്ത ഹാമ്പറാണ്. സൂപ്പർ പോളി. നമ്മൾ ഇത് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് തരും. അപ്പം സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞാലവൾ കൃത്യമായിട്ട് ചെയ്യും. എൻ്റെ മമ്മിയുടെ കണ്ണിൻ്റെ താഴെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ വാങ്ങിയത്. പിന്നെ അവരുടെ ഹോം മെയ്ഡ് കുനാഫ ചോക്ലേറ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ കുനാഫ ചോക്ലേറ്റ് കഴിക്കുന്നത്. താങ്ക് യു സോ മച്ച്.
പിന്നെ അയ്യോ ഒട്ടിച്ച് വെച്ചേക്കണം. പിന്നെ ഒരു കൗണ്ടർ, പിന്നെ നമ്മുടെ പൂക്കൾ. നമ്മൾ ഏത് മിഠായി വേണമെന്ന് പറഞ്ഞാൽ അവരൊക്കെ അത് സെറ്റ് ചെയ്ത് തരും. ദെൻ ഞാനൊരു തസ്ബി ഓർഡർ ചെയ്തു. പച്ച തസ്ബി. ഓ മൈ ഗോഡ്, ക്യൂട്ട് ക്യൂട്ട് പൂക്കി തസ്ബി. ഇതും കൊള്ളാം, ഇതും കൊള്ളാം. പിന്നെ നമ്മുടെ സീൻ എല്ലാം കൊള്ളാമല്ലോ. നമ്മൾ ഫ്ലവർ ആഡ് ചെയ്യാൻ പറഞ്ഞു, ഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കോൺഫെറ്റി ആഡ് ചെയ്യാൻ പറഞ്ഞു, ആഡ് ചെയ്തിട്ടുണ്ട്. ഹാമ്പർ സെറ്റ് ചെയ്യാൻ പറഞ്ഞു, അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വാങ്ങിയത് അബായ, ഇത്, പിന്നെ ഒരു ഖുർആൻ. അത് കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ്. അയ്യോ, കാണിച്ചു തരാം. നല്ല ക്വാളിറ്റിയുള്ള ഖുർആൻ ആണ് സുഹൃത്തുക്കളെ. അയ്യോ, തിരിഞ്ഞു പോയി. തിരിഞ്ഞു പോയി. QR കോഡൊക്കെ ഉണ്ട് ഗൈസ്. സൂപ്പർ അടിപൊളി. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഗിഫ്റ്റ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ബെൽ ഐക്കൺ. ബൈ.